പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടിയിരുന്നില്ല, പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമായിരുന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ബീന റാണി ചേരുന്നു. ബീന, എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആന്റണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടിയിരുന്നില്ല, പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമായിരുന്നു. കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലെന്നും സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്തതാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. ബീന റാണി ചേരുന്നു. ബീന, വിവരങ്ങൾ. ഇനി പ്രധാനമായും നിർമ്മാതാവും ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ വാർത്താ സമ്മേളനം, അതായത് സിനിമ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് സിനിമാ മേഖലയുടെ ബിസിനസ് രംഗം ലാഭമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമാ മേഖലയിൽ പ്രതിസന്ധി നിലവിലുണ്ട് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയതിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഇതിനെതിരെ രംഗത്ത് വന്നതിനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ആന്റണി പെരുമ്പാവൂരും ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറും തമ്മിലുള്ള പ്രശ്നം ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുന്നാൽ തീരുന്നതായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി അത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ട ആവശ്യകതയുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ചില വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും അതിൽ കൂടി രേഖപ്പെടുത്തിയത് എന്നുമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ സംഘടനയുടെ നിർദ്ദേശങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾ തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സമരത്തെ താൻ അനുകൂലിക്കുന്നില്ല എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ OTT പഴയ പോലെ ബിസിനസ് ഒന്നും നടക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിവരം താരസംഘടനയെ അറിയിച്ചിരുന്നു. എന്നാൽ ജനറൽ ബോഡി വിളിക്കാതെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാവില്ല എന്ന നിലപാടിലായിരുന്നു താരസംഘടന ഉണ്ടായിരുന്നത്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത് സിനിമാ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇപ്പോൾ മാറിയിട്ടില്ല. ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ ആസ്പദമാക്കി നടത്തിയ വാർത്താ സമ്മേളനത്തെ അദ്ദേഹം അനുകൂലിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ വന്നത് ഒരു സംഘടന എന്ന നിലയിൽ അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യകത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നത്. അതുകൊണ്ട് ഈ നിലവിൽ വലിയ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉടനെ തന്നെ യോഗം ചേരുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അസോസിയേഷന്റെ നിലപാട് കൃത്യമാണ്. അസോസിയേഷന്റെ നിലപാട് കൃത്യമായി സിനിമാ മേഖലയിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എടുത്ത കൂട്ടായ തീരുമാനമാണ് ഇത്തരത്തിലൊരു സമര പ്രഖ്യാപനം നടന്നത്. അത് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിരുന്നില്ല. അദ്ദേഹം നിരവധി സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇത്തരത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. സംഘടനകളുടെ, അതായത് ഫെഫ്ക, ഫിയോസ് തുടങ്ങിയ സംഘടനകൾക്കൊപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒരുമിച്ച് നിന്ന് യോഗം ചേർന്നതിന് ശേഷം എടുത്ത ഒരു കൂട്ടായ തീരുമാനമാണ് ഇത്തരത്തിലൊരു സമരത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ പോലും സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് വ്യക്തമാക്കിയത് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നുണ്ട്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പ്രതിസന്ധിയുണ്ട്, ലാഭകരമല്ലാത്ത ഒരു അവസ്ഥയാണ്. അത് കണക്കുകൾ നിരത്തി തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ആ നിലപാടിൽ തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫനും ഉള്ളത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.